ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് പാലടയുടെ റെസിപ്പിയാണ്. ആദ്യത്തെ ഓണമാണ് നമ്മളുടെ ഈ ചാനൽ തുടങ്ങിയതിന് ശേഷം. അപ്പോൾ ഏത് റെസിപ്പി ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് ഓടി വന്ന് എല്ലാവർക്കും പ്രിയങ്കരമായിട്ടുള്ള പാലടയാണ്. അപ്പോൾ നല്ല പിങ്ക് നിറത്തിലുള്ള പാലട എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വരൂ, എങ്ങനെയാണ് പാലട പ്രഥമൻ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ പാലട പ്രഥമൻ തയ്യാറാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1 ലിറ്റർ ഫുൾ ഫാറ്റ് പാല്, 1/2 കപ്പ് അട, അതിനോടൊപ്പം 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കാരമലൈസേഷന് വേണ്ടി. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെണ്ണ അഥവാ അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ നെയ്യും ഉപയോഗിക്കാവുന്നതാണ്. ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. അതിന് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള കുക്കർ വേണം ഉപയോഗിക്കുവാൻ. ഒട്ടും കറിയുടെ അംശവും ഉപ്പ് രസവും ഒന്നും ഇരിക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു കുക്കറിലേക്ക് നമ്മളുടെ പാൽ ഒഴിച്ച ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ 1/2 കപ്പോളം വരുന്ന പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾക്ക് ഈ കുക്കർ അടച്ചു വെച്ച് പാല് വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ യോജിച്ച് കഴിഞ്ഞു. നമുക്കിനി ഇത് അടച്ചു വെച്ച് വേവിക്കാം. കുക്കർ അടച്ചു വെച്ച ശേഷം അതിൻ്റെ വെയിറ്റ് ഇടുക. എന്നിട്ട് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിം നിങ്ങൾക്ക് എത്രയാണോ അത് അത്രയും ലോ ആക്കി വെച്ച ശേഷം 1/2 മണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ നിങ്ങൾക്ക് പാല് വേവിച്ചെടുക്കാവുന്നതാണ്. പാല് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അട വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു പാത്രത്തിൽ നിറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കിയ അട അതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ചെയ്യാം. ചില ആൾക്കാർ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അട അടച്ചു വെച്ചിട്ട് വേവിക്കാറുണ്ട്. പക്ഷേ എനിക്കിഷ്ടം ഇങ്ങനെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് വേവിച്ചെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഉറപ്പ് വരുത്താം അട നന്നായിട്ട് വെന്തെന്ന്. കാരണം പാലിലേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും പഞ്ചസാരയുള്ള പാലായതിനാൽ അട നന്നായിട്ടൊന്ന് കട്ടിയാവും. അതുകൊണ്ട് നന്നായിട്ട് വേവുന്നിടം വരെ നമ്മൾക്ക് ഈ അടുപ്പത്തിട്ട് തന്നെ വേവിക്കാം. ഇപ്പോൾ അട നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ ആ അട ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. അതോടൊപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് തണുത്ത വെള്ളവും ഒഴിച്ച് അതൊന്ന് കഴുകിയെടുത്തു. ഇങ്ങനെ ചെയ്യുമ്പോൾ അട ഒന്നിനോടൊന്ന് ഒട്ടാതെ നന്നായിട്ടിരിക്കും. ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇപ്പോൾ നമ്മളുടെ പാല് ഏകദേശം 1/4 മണിക്കൂറായി. ആ വിസിലിൽ ഒന്ന് പൊക്കിയ ശേഷം നന്നായിട്ട് അതിൻ്റെ ഇതൊക്കെ ഒന്ന് കളഞ്ഞ് സ്റ്റീമൊക്കെ കളഞ്ഞിട്ടാണ് ഞാൻ തുറക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം പാല് നന്നായിട്ടൊന്ന് ഒരുമാതിരി ഒരു പിങ്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ പാലിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന അട ചേർക്കാം. ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുവാനായിട്ട്. ഞാനിവിടെ കഴുകി മാറ്റി വച്ചിരിക്കുന്ന അട ചേർക്കുകയാണ്. ഇത് നന്നായിട്ട് വെന്ത അടയാണ്. അതുകൊണ്ട് ഈ പഞ്ചസാരയിൽ കിടന്ന് അതൊന്ന് കട്ടിയാവും. ഇനി നമ്മളിത് മിക്സ് ചെയ്ത് ഏകദേശം 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ ഈ പാല് നന്നായിട്ട് തിളപ്പിക്കേണ്ടതുണ്ട് അടയുടെ ഒപ്പം. അപ്പോഴേക്ക് നമുക്ക് കാരമലൈസ് ചെയ്യാനുള്ള കുറച്ച് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്ത് കാരമലൈസ് ചെയ്തിട്ട് വരാം. ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച ശേഷം അത് നന്നായിട്ട് ബ്രൗൺ ആവുന്നിടം വരെ കാരമലൈസ് ചെയ്യണം. ഇപ്പോൾ നോക്കൂ, നന്നായിട്ട് ബ്രൗൺ ആയിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്തിട്ട് ഇത് നമ്മൾ ആ പാലിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ പാലിന് കുറച്ചുകൂടി നല്ലൊരു പിങ്കിഷ് ഷെയ്ഡ് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ പാലടയ്ക്ക് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇത് തികച്ചും ഓപ്ഷണൽ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി.
പക്ഷെ നല്ലൊരു ടേസ്റ്റും കളറും കൊടുക്കുന്നതാണ് ഈ സ്റ്റെപ്പ്. അല്ലാതെ തന്നെ പാലടയ്ക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുകൂടെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല പിങ്ക് ഷെയ്ഡ് വരും. ഈ വീഡിയോയ്ക്കകത്ത് അത്ര നന്നായിട്ട് കളർ കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും ഞാൻ മാക്സിമം ശ്രമിക്കാം നിങ്ങളെ കളർ കാണിക്കുവാനായിട്ട്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഷുഗറൊക്കെ ക്യാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളുടെ പാല് കുറച്ചിങ്ങോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി പാലിനകത്തോട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. ഈ ക്യാരമൽ ആഡ് ചെയ്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഏകദേശം ഒരു 15-30 മിനിറ്റ് വരെ നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതുപോലെ തന്നെ ലോ ഫ്ലെയിമിലും ഇടുക. ഇപ്പം നോക്കൂ, ആ പാലൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ മാർക്ക് കണ്ടാൽ അറിയാം, ഏകദേശം പകുതിയോളം പാല് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ കുറുകിയ പായസമാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് നേരവും കൂടെ കുറുക്കാവുന്നതാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട് പായസത്തിന്. ഞാൻ ഈ പായസത്തിലോട്ട് ഏലക്കായും അതുപോലെ തന്നെ കശുവണ്ടി ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊക്കെ വറുത്ത് ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏലക്കായ പൊടിച്ച് വേണമെങ്കിലും ഇടാവുന്നതാണ്. ഞാൻ എൻ്റെ പാലടയിൽ സാധാരണ അതൊന്നും ചേർക്കാറില്ല. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ഉപ്പില്ലാത്ത വെണ്ണ ഇട്ട് കൊടുക്കാം. വെണ്ണയില്ല എങ്കിൽ നിങ്ങൾക്ക് നെയ്യും ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഈ വെണ്ണയൊക്കെ ഇതിൻ്റെ മുകളിൽ കിടന്ന് വരുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങളുടെ പാലടയ്ക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ നോക്കിയേ, നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് നിങ്ങളുടെ പാലടയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പാലട തയ്യാറായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു പിഞ്ചേ ഇടാവുള്ളൂ, അധികം കൂടരുത്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ആറാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ പാലട നമ്മൾ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നല്ല പിങ്ക് കളർ പാലടയാണ്. എല്ലാവരും വീട്ടിലെത്തുന്ന ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ. Take care and bye-bye. Stay positive and be happy. Please subscribe to my channel and also share the video with your friends and family. Thank you for watching.